നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗാലറിയിൽ ഒരു കിഡിലൻ ടിപ്സ് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സാണ്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ ഗാലറി ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്ത് 3 ലൈന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എബൌട്ട് ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഗാലറി എന്ന് കാണുന്നത് തൊട്ട് താഴെ വേർഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു ഗാലറി ലാബ്സ് എന്നുള്ളൊരു സെറ്റിങ്സ് എനേബിൾ ആയത് കാണും. അപ്പോൾ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നേരത്തെ ഗാലറി സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ഏറ്റവും അവസാനം ഗാലറി ലാബ്സ് എന്നുള്ളൊരു സെറ്റിങ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ ഉണ്ടാകും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ സേവ് ആസ് PDF എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ പുതുതായിട്ട് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത, നമുക്കിനി നമ്മുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസും വളരെ ഈസി ആയിട്ട് PDF ആക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ഒരേ ഫോട്ടോസ് തന്നെ ഒരുപാടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം നമുക്ക് PDF ആക്കി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇനി അത് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ആണെങ്കിൽ വീഡിയോസും സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ചോദിക്കും. ഡിഫോൾട്ട് ഓർഡർ നമുക്കിപ്പോൾ സെലക്ട് ചെയ്തത് അത് ഓർഡർ ആയിട്ട് വേണോ അതോ നിലവിൽ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ വേണോ എന്നുള്ളതാണ്. ഡിഫോൾട്ട് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തതുപോലെ തന്നെ PDF ആയി മാറും. ഇനി അതല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്കത് അവസാനത്തിൽ നിന്നും മുകളിലോട്ട് ഓർഡറായിട്ട് PDF ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PDF ആക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ PDF മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് PDF ഫയലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സൗകര്യം സാംസങ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ലഭിച്ചത്. സാംസങ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.